പ്രിയപ്പെട്ട പ്രേക്ഷകർക്കറിയാവുന്നതുപോലെ ഈ പാർലമെന്റിൽ 18ാമത്തെ ലോക്സഭയിൽ ഏറ്റവും സീനിയർ മോസ്റ്റായ അംഗമാണ് നമ്മളുടെ കേരളത്തിൽ നിന്നുള്ള ശ്രീ കൊടിക്കുന്നിൽ സുരേഷ്. അത് നമുക്ക് അഭിമാനം നൽകുന്ന കാര്യമാണ്. ശ്രീ കൊടിക്കുന്നിൽ സുരേഷ് നമുക്കൊപ്പം ചേരുന്നുണ്ട്. വെരി ഗുഡ് മോർണിംഗ് ശ്രീ കൊടിക്കുന്നിൽ സുരേഷ്. ഗുഡ് മോർണിംഗ് അരുൺ. ശ്രീ കൊടിക്കുന്നിൽ സുരേഷ്, അതെ അതെ, ഇലക്ഷന്റെ സമയം മുതൽ ഞാൻ തുടർച്ചയായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്, ശ്രീ കൊടിക്കുന്നിൽ സുരേഷ് വിജയിക്കുകയാണെങ്കിൽ പ്രോട്ടേം സ്പീക്കറാണ്. ഞങ്ങളുടെ ചർച്ചയിലടക്കം താങ്കളെക്കുറിച്ച് പറയുന്ന എല്ലാ സമയങ്ങളിലും അത് പറഞ്ഞുകൊണ്ടേയിരുന്നു. പക്ഷെ വളരെ അപ്രതീക്ഷിതമായിട്ടാണ് ഈ ഭർതൃഹരി മത്തബിന് ഈ തീരുമാനം 20-ാം തീയതി എടുത്തുകൊണ്ടുള്ള വാർത്ത വരുമ്പോൾ നമ്മളൊക്കെ ഞെട്ടുകയാണ്. കാര്യം 8 വർഷം താങ്കൾ ഒരു മണ്ഡലത്തെ അല്ലെങ്കിൽ ഈ ലോക്സഭയിലേക്ക് താങ്കൾ എത്തി, താങ്കളുടെ പ്രാതിനിധ്യം ആ രീതിയിൽ അക്സെപ്റ്റ് ചെയ്യപ്പെട്ടു. അതും ഈ സമൂഹത്തിലെ ഏറ്റവും പാർശ്വവൽക്കരിക്കപ്പെട്ട ഒരു വിഭാഗത്തിൻ്റെ പ്രതിനിധിയായി കൂടി താങ്കൾ എത്തി എന്നുള്ളതാണ് ഏറെ അഭിമാനകരമായ കാര്യം. തുടർച്ചയായിട്ട് 8 വർഷം, അതും ഒരു പാർട്ടിയും മാറാതെയാണ് ശ്രീ കൊടിക്കുന്നിൽ സുരേഷ് എത്തുന്നത്. ഇപ്പോഴുള്ള ഭർതൃഹരി മത്തബ് BJD-യിൽ നിന്നാണ് BJP-യിലേക്ക്, ഈ നവീൻ പട്നായിക്കിൻ്റെ കാലം കഴിഞ്ഞുവെന്ന് തിരിച്ചറിയുമ്പോഴാണ് എത്തുന്നത്. അത്തരത്തിലൊരു കാലുമാറ്റവും നടത്താത്ത നേതാവാണ് താങ്കൾ. 8 വർഷം, അതായത് സമൂഹത്തിന് മുന്നിൽ മാതൃകയായിട്ട് ഈ മോദി സർക്കാർ എടുത്ത് കാണിക്കാം. ഇതാ പ്രതിപക്ഷത്തു നിന്ന് വരുന്ന കൊടിക്കുന്നിൽ സുരേഷ്, 8 വർഷം സീനിയോറിറ്റിയുള്ള കൊടിക്കുന്നിൽ സുരേഷിനെ ഞങ്ങൾ പ്രോട്ടേം സ്പീക്കറാക്കിയിരിക്കുന്നു എന്ന് പറയാനുള്ള അവസരം സർക്കാർ കളഞ്ഞു. എന്താണ് ആ തീരുമാനത്തിന് പിന്നിലെന്നാണ് താങ്കൾ കരുതുന്നത് ശ്രീ കൊടിക്കുന്നിൽ സുരേഷ്? അരുൺ മാത്രമല്ല, നമ്മുടെ കേരളത്തിലെ മാധ്യമങ്ങളും ദേശീയ മാധ്യമങ്ങളും തിരഞ്ഞെടുപ്പിലെ ഫലം വന്നത് മുതൽ പ്രോട്ടേം സ്പീക്കർ ആരാകും എന്നതിനെ സംബന്ധിച്ച് വാർത്തകൾ കൊടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു. എല്ലാ മാധ്യമങ്ങളും, അതായത് നാഷണൽ മീഡിയ ആയിരുന്നാലും സ്റ്റേറ്റ് മീഡിയ ആയിരുന്നാലും ലോക്സഭയിലെ ഇതുവരെയുള്ള കൺവെൻഷൻസ് അനുസരിച്ച് അവർ തന്നെ റിപ്പോർട്ട് ചെയ്തു, അല്ലെങ്കിൽ മാധ്യമങ്ങൾ തന്നെ അരുൺകുമാർ അടക്കം അല്ലെങ്കിൽ റിപ്പോർട്ടർ അടക്കമുള്ള എല്ലാ മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്തത് കൺവെൻഷൻ അനുസരിച്ച് സീനിയർ MP എന്ന നിലയിൽ ഞാനായിരിക്കും പ്രോട്ടേം സ്പീക്കർ. അതാണ് മുൻകാല കൺവെൻഷൻ. അതുകൊണ്ടാണ് എല്ലാ മാധ്യമങ്ങളും ഒരേ സ്വരത്തിൽ ഈ വാർത്ത റിപ്പോർട്ട് ചെയ്തത്. പക്ഷേ ഇവിടെ വന്നപ്പോൾ BJP ഗവൺമെൻറ്, മോദി സർക്കാർ ആ കീഴ്വഴക്ക് ലംഘിച്ചിരിക്കുന്നു. എന്താണ് അതിന് കാരണമെന്നുള്ളത് അവർ വ്യക്തമാക്കിയിട്ടില്ല. ഇന്നലെ പാർലമെൻ്ററി കാര്യമന്ത്രി കിരൺ റിജിജു പറഞ്ഞത് വളരെ വളരെ തമാശയുള്ള കാര്യമാണ്, അല്ലെങ്കിൽ വളരെ നമ്മുടെ ജനാധിപത്യത്തെയും പാർലമെൻ്ററി ജനാധിപത്യത്തെ അവഹേളിക്കുന്ന, നമ്മുടെ തെരഞ്ഞെടുപ്പുകളെയൊക്കെ അവഹേളിക്കുന്ന തരത്തിലുള്ള ഒരു അഭിപ്രായം പറയും. കാരണം ഞാൻ തുടർച്ചയായി ജയിച്ചില്ല, അതുകൊണ്ട് തുടർച്ചയായി ജയിക്കാത്ത MP ആയതുകൊണ്ട് ഡിസ്കണ്ടിന്യൂവേഷൻ വന്നു എന്നുള്ളത് കൊണ്ട് ഞങ്ങൾ അദ്ദേഹത്തെ പരിഗണിച്ചില്ല എന്നാണ് ആര് പറയുന്നത്, കിരൺ റിജിജു എന്ന പാർലമെൻ്ററി. എത്ര പരിഹാസ നിറഞ്ഞ ഒരു അഭിപ്രായമാണ് അദ്ദേഹം പറഞ്ഞത്. പാർലമെൻറ്റിൽ ബ്രേക്ക് വരുന്നതോ ഡിസ്കണ്ടിന്യൂ വരുന്നതോ അത് തെരഞ്ഞെടുപ്പിൽ സംഭവിക്കുന്ന കാര്യമാണ്. പക്ഷേ ഇന്നലെ അവർക്ക് മറ്റൊന്നും പറയാൻ ന്യായീകരണമില്ലാത്തതുകൊണ്ട്, മറുപടി ഇല്ലാത്തതുകൊണ്ട് പറഞ്ഞത് 2 പ്രാവശ്യം ബ്രേക്ക് വന്നു അല്ലെങ്കിൽ തുടർച്ചയായിട്ട് MP ആയിട്ടില്ല എന്നുള്ളതാണ്. അപ്പോൾ അവർ കണ്ടെത്തിയ ന്യായം അരുണിന് തന്നെ മനസ്സിലാവുമല്ലോ. മാത്രമല്ല ഞങ്ങളിതിലൊരു ചരിത്രം തിരിഞ്ഞപ്പോഴേ 1956-ൽ, പക്ഷെ അന്ന് നമുക്ക് കുറ്റം പറയാൻ കഴിയില്ല. കാര്യം 52-ലാണ് ആദ്യത്തെ ലോക്സഭ വരുന്നത്. അപ്പോൾ സീനിയർ മോസ്റ്റ് എന്നുള്ളത് 1956-ൽ ബാധകമല്ല. കാരണം 52-ൽ തിരഞ്ഞെടുക്കപ്പെട്ട മിക്കവാറും എല്ലാവരും 56-ലും തിരഞ്ഞെടുക്കപ്പെട്ടാൽ സീനിയർ മോസ്റ്റ് ആണ്. അപ്പോൾ 56-ൽ നമുക്ക് ഒഴിച്ചു നിർത്താം. 77-ൽ ശരിയാണ്, അതൊരു രാഷ്ട്രീയ സാഹചര്യം മറ്റൊന്നാണ്. അടിയന്തരാവസ്ഥയ്ക്ക് ശേഷം വരുന്നൊരു സാഹചര്യമാണ്. അവിടെ സ്വാഭാവികമായും ഈ പറയുന്നത് പോലെ ഒരു ക്രമക്കേട് നടന്നിട്ടുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാം. അത് കഴിഞ്ഞ് ഇങ്ങോട്ട് ഇപ്പോൾ മാത്രമാണ് ആ രീതിയിലുള്ളൊരു കൺവെൻഷൻ തെറ്റിക്കുന്നത്. എൻ്റെ കയ്യിൽ ആ റൂൾ ബുക്ക് ഉണ്ട്. ആ റൂൾ ബുക്കിൽ വളരെ കൃത്യമായി പ്രേക്ഷകർ കൂടി അറിയാൻ വേണ്ടിയാണ് പറയും. നോക്കൂ, നോർമലി ദ സീനിയർ മോസ്റ്റ് മെമ്പേഴ്സ്, ബ്രാക്കറ്റിൽ അത് വ്യക്തമാക്കി പറയുന്നു റൂൾ ബുക്കിൽ, ഇൻ ടേംസ് ഓഫ് നമ്പർ ഓഫ് ഇയേഴ്സ് ഓഫ് മെമ്പർഷിപ്പ് ഓഫ് ദ ഹൗസ് are generally chosen for this purpose even though there have been exception to this practice എന്ന് പറയുമ്പോൾ നമ്പർ ഓഫ് ഇയേഴ്സിലെ എക്സ്പീരിയൻസ് ആണ് അത് താങ്കൾക്കുണ്ട്. അത് സ്വാഭാവികമായി അവർക്ക് പരിഗണിക്കാം. ഇനി കിരൺ റിജിജു പറയുന്നത് പോലെ ഒരു ബ്രേക്ക് വന്നു എന്നുണ്ടെങ്കിൽ, കഴിഞ്ഞ തവണ മേനകാ ഗാന്ധിയെ പരിഗണിച്ചിരുന്നല്ലോ ശ്രീ കൊടിക്കുന്നിൽ സുരേഷ്. അല്ല, ഇതിനകത്ത് വേറെ കാര്യം, 2014-ലാണല്ലോ മോദി സർക്കാർ ആദ്യമായി അധികാരത്തിൽ വരുന്നത്. അന്ന് മോഡി ഗവൺമെൻറ് ആദ്യമായി അധികാരത്തിൽ വരുമ്പോൾ, അതായത് 16-ാം ലോക്സഭയിൽ ഇവർ പ്രോട്ടേം സ്പീക്കറായി നിയമിച്ചത് കമൽനാഥിനെയാണ്. പ്രതിപക്ഷത്തുള്ള കോൺഗ്രസ് MP ആയ കമൽനാഥിനെയാണ്. കമൽനാഥ് അന്ന് 9ാമത്തെ പ്രാവശ്യം MP ആയിരിക്കുന്ന സമയത്താണ്. അപ്പോൾ അന്ന് കമൽനാഥിന് ആ സീനിയോറിറ്റി കൊടുത്തു, ആ പ്രയോറിറ്റി കൊടുത്തു എങ്കിൽ
എന്തുകൊണ്ട് 18ാം ലോക്സഭ വന്നപ്പോൾ സീനിയറായ എന്നെ ഒഴിവാക്കി എന്നുള്ളതിനെ സംബന്ധിച്ച് വ്യക്തമായൊരു ഉത്തരം തരാൻ കേന്ദ്ര സർക്കാരോ അതല്ലെങ്കിൽ പാർലമെൻ്ററി കാര്യ മന്ത്രിയോ പ്രധാനമന്ത്രിയോ ഇതുവരെ തയ്യാറായിട്ടില്ല എന്നുള്ളതാണ്. അപ്പോൾ കമൽനാഥിനെ ആക്കി, കോൺഗ്രസ്സുകാരനായ കമൽനാഥിനെ 2014 സ്പീക്കറാക്കി, പ്രോട്ടേം സ്പീക്കറാക്കി അംഗങ്ങളുടെ സത്യപ്രതിജ്ഞ നടത്തുകയും സ്പീക്കർ തെരഞ്ഞെടുപ്പ് സുമിത്ര മഹാജനെ സ്പീക്കറാക്കി തിരഞ്ഞെടുത്തതിന് ശേഷമാണ് അദ്ദേഹം ആ സ്ഥാനം ഒഴിഞ്ഞ് സുമിത്ര മഹാജനെ ആ കസേരയിലിരുത്തി, സ്പീക്കറുടെ കസേരയിരുത്തിയിട്ട് പോയി. അപ്പോൾ കമൽനാഥിന് കൊടുത്ത പരിഗണന എന്തുകൊണ്ട് എനിക്ക് തന്നില്ല അല്ലെങ്കിൽ തരാതിരുന്നു എന്നുള്ളതാണ് ഇവിടുത്തെ ഏറ്റവും വലിയ പ്രശ്നം. അപ്പോൾ ഇതിനകത്തൊരു BJPക്ക് ഒരു അജണ്ട ഉണ്ടായിരിക്കും. കാരണം പ്രതിപക്ഷത്തെ ഇനി ഒരു കാര്യത്തിലും കഴിഞ്ഞ ലോക്സഭയിൽ കാണിച്ചതുപോലെ പ്രതിപക്ഷത്തെ അവഗണിക്കുക, പ്രതിപക്ഷത്തെ ഒഴിവാക്കുക, പ്രതിപക്ഷത്തിൻ്റെ അവസരങ്ങൾ നിഷേധിക്കുക, പ്രതിപക്ഷത്തിന് കിട്ടുന്ന അവസരങ്ങൾ കൊടുക്കാതിരിക്കുക, ഈ ഒരു സമീപനമാണ് ഇവർ സ്വീകരിക്കുന്നത് എന്നതിൻ്റെ ഒരു സന്ദേശമാണ്. കഴിഞ്ഞ പ്രാവശ്യം ലോക്സഭയിൽ അവർ പാർലമെൻറ്റിൻ്റെ ഇരുസഭകളിലും അവർ കാണിച്ച അതേ നയസമീപനമാണ് ഈ പാർലമെൻറ്റിൽ കാണിക്കാൻ പോകുന്നതിൻ്റെ ഒരു മെസ്സേജാണ് അത് കാണുന്നത്. അപ്പോൾ സ്പീക്കർ തിരഞ്ഞെടുപ്പായിരിക്കുമല്ലോ നടത്തുന്നത്. അവിടെ ഒരു മത്സരം വന്നാൽ പ്രോട്ടേം സ്പീക്കർ പ്രതിപക്ഷത്തെ ഒരാൾ ഇരുന്നാൽ എന്തെങ്കിലും സംഭവിക്കുമോ എന്നുള്ളൊരു ഭയം ഒരുപക്ഷെ അവർക്കുണ്ടായേക്കാം. മാത്രമല്ല